ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും ഫാമിലി കാറ്റഗിസം അവറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 8 നോമ്പിനെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മ നമുക്കെല്ലാം പ്രിയപ്പെട്ടവളാണ്. പരിശുദ്ധ അമ്മയുടെ ഓർമ്മ നമുക്ക് ഒത്തിരിയേറെ സന്തോഷവും സമാധാനവും ആശ്വാസവും നൽകുന്നതാണ്. നമ്മുടെ പരിശുദ്ധ കുർബാനയിലും യാമപ്രാർത്ഥനകളിലും ജപമാലയിലുമെല്ലാം പരിശുദ്ധ അമ്മയുടെ ഓർമ്മ വളരെ സജീവമാണ്. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ തിരുനാളിനോടനുബന്ധിച്ച് 8 ദിവസം നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന പതിവ് നമുക്കെല്ലാമുണ്ട്. വളരെ പ്രത്യേകമായിട്ട് കേരളത്തിലെ മാർത്തോമാ നസ്രാണികളുടെ ഇടയിൽ ഈ പതിവ് വളരെയേറെ ശക്തമാണ്. ഇതിനൊരു കാരണമുണ്ട്. 9-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവർ തിങ്ങിപ്പാർത്തിരുന്ന കൊടുങ്ങല്ലൂർ പട്ടണം മുഹമ്മദീയ കച്ചവടക്കാർ ആക്രമിക്കുകയാണ്. ഈ ആക്രമണ സമയത്ത് ക്രൈസ്തവ യുവതികളെയും സ്ത്രീകളെയും എല്ലാം ബലാത്കാരമായിട്ട് അവർ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവരുടെ എല്ലാം ആക്രമണങ്ങളിൽ നിന്ന് തങ്ങളുടെ മക്കളെ രക്ഷിക്കണമേ എന്നപേക്ഷിച്ചുകൊണ്ട് ക്രൈസ്തവർ ദേവാലയങ്ങളിൽ നോമ്പെടുത്ത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതാണ് 8 നോമ്പിൻ്റെ ആരംഭം. തുടർന്ന് മാർത്തോമാ നസ്രാണികളുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ 8 നോമ്പ് ആചരണം വളരെയേറെ ശക്തി പ്രാപിക്കുന്നതും കൂടുതൽ സജീവമാകുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ സഭയിലെ ദേവാലയങ്ങളിൽ നല്ലൊരു പങ്കും പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിതമാണ്. ഇത് പരിശുദ്ധ അമ്മയോട് നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്ന ഭക്തിയും സ്നേഹവുമൊക്കെ എടുത്തു കാണിക്കുന്നതാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്ത് ഒത്തിരിയേറെ ലൈംഗിക അരാജകത്വം കൊടികുത്തി വാഴുന്നുണ്ട്. ഇവിടെ പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാണ്. ആത്മശരീര വിശുദ്ധിയുടെ നൈർമല്യം സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കും നമ്മുടെ വിശുദ്ധിയിൽ മുന്നേറാനായിട്ട് പരിശ്രമിക്കാം. അതിനായിട്ട് തീക്ഷ്ണതയോടെ ഇന്നും ഈ 8 നോമ്പ് ആചരണം നന്നായിട്ട് നടത്തി നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ.